ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ചെങ്ങന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ കെ ഷിബുരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖല പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മേഖലാ സെക്രട്ടറി രാജേഷ് രാജീവിഷൻ സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് മുരളീധരൻ കോട്ടയ അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ കെ ഷിബുരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എവിടെ ഇത് സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ. അത്രത്തോളം ഭീകര ആക്രമണം നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. ഓരോരുത്തരുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കും. നമുക്ക് കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം പ്രിയതമനോടൊപ്പം ആ താഴ്വരയിൽ എത്തിയ ഒരു പെൺകുട്ടിക്കുണ്ടായ വിഷമം, അത് നമ്മളുടെ ഓരോരുത്തരുടെയും വിഷമമായി മാറി നമ്മുടെ കുടുംബങ്ങളിലുള്ള വിഷമമായി നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് ഇതിലുള്ള ഭീകരയുടെ ആക്രമണം നിരവധി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഈ പറയുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും രാത്രി 12 മണിക്ക് ശ്രീരംഗാൻ നഗറിൽ നിന്ന് ചണ്ഡീഗഡിലേക്കുള്ള ഒരു ബസ്സിൽ കയറുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ആ ബസ് അവിടെ. അപ്പം എൻ്റെ ഒന്നാമത്തെ മകൾ ആണ് എന്നെ യാത്ര അയക്കാനായിട്ട് വന്നത്. അവർ വർഷകാല ഡിസംബർ മാസത്തിലെ കൊടും തണുപ്പിലൂടെ ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്പോട്ടിൽ വരുമ്പോഴും അല്ലെങ്കിൽ അവരെ നമ്മൾ കണ്ടെത്തുകയും തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണം. നമ്മുടെ രാജ്യം സുരക്ഷിതമായി പോകുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. നമുക്കറിയാം, എല്ലാ രീതിയിലുള്ള മതം വിശ്വസിക്കുന്നവരെയും അതുപോലെ തന്നെ ജാതിമതത്തിൻ്റെ അതീതമായി ഇത്രയധികം ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യം, അത്രയും നാനാത്വ ഏകത്വം എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ മറ്റു രാജ്യത്തിൽ കാണത്തില്ല. അവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ അത് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മറ്റു രാജ്യങ്ങളിലുള്ളവരുണ്ട്, ഒപ്പം നമ്മളോടൊപ്പമുള്ളവരെയുണ്ട്. അവരെയൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊരു ശക്തമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമാന രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ രംഗത്ത് വരികയും അതോടൊപ്പം നമ്മൾ രാജ്യത്തിന് വേണ്ടി ഈ ജീവൻ ബലിയേൽപ്പിച്ച, അതായത് പിന്നെ രാജ്യത്തിൻ്റെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഒരു മാനസികമായി പിന്തുണ നൽകുന്നതിന് വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വന്ന അങ്ങേയറ്റം പ്രശംസനീയമായ കാര്യമാണ്. തീർച്ചയായും നമ്മളുടെയൊക്കെ തന്നെ പ്രതിഷേധവും നമ്മളുടെയൊക്കെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചടങ്ങുകളും തീർച്ചയായും എല്ലാവരുടെയും മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ്. തീർച്ചയായും ഭീകരാക്രമണങ്ങൾക്കെതിരെ നമ്മളുടെ പ്രതികരണങ്ങൾ രാജ്യത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഭീകരാക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് അങ്ങേയറ്റം നല്ലൊരു കാര്യമാണ്. നുഴഞ്ഞു കയറി ഇന്ത്യക്കാരെ ആക്രമിക്കുക എന്നൊരു സംവിധാനം കുറേ കാലമായി തുറന്നു വരുന്നത് നമുക്കറിയാം. പുൽവാമ ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണം നമ്മുടെ മുന്നിലുണ്ട്. പാർലമെൻറ്റ് മന്ദിരം ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ഒരു സഹോദര രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനെ കണ്ടുകൊണ്ടാണ് അന്നത്തെ ഭരണ അധികാരികൾ മുമ്പോട്ട് പോയത്. ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു പക്ഷേ തക്കതായ നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളി ചിത്ര, സലീൽ ഫോട്ടോ പാർക്ക് എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് അഖിൽ മാധവൻ നന്ദി പറഞ്ഞു. ജിതേഷ് ചെന്നിത്തല, ഹരി പഞ്ചമി, സജി എണ്ണക്കാട്, ജയൻ ലുക് ബി, അർച്ചന ശ്രീകുമാർ, ഗോപാലകൃഷ്ണൻ ഇലിഞ്ഞിമേൽ, ലിജു എബ്രഹാം, ഷൈൻ ചെങ്ങന്നൂർ, അനീഷ് മുഹമ്മദ്, പ്രിൻസ് ജോസഫ്, സാം ഡേവിഡ്, സതീഷ്, ഗിരീഷ് കുമാർ, ജോൺസൺ ഫ്രെയിംസ്, തോമസ് ശില്പി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.